فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الله مع الذين اتقوا والذين هم محسنون. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വാഹനപ്പുറത്ത് നബിയുടെ പിന്നിലിരുന്നു കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് ചില ഉപദേശങ്ങൾ നൽകി. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ. ചെറിയ കുട്ടിയെയാണ് പ്രവാചകൻ വിളിക്കുന്നത്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്ന്, ബുലൂഗ് എത്തിയിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം അത്രക്കും ചെറുപ്രായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു തുടങ്ങി, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നിനക്കുണ്ടാകുമെന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നീ ജീവിക്കുക, എങ്കിൽ റബ്ബിൻ്റെ കാവല് നിനക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, എല്ലാ അവയവങ്ങളെയും നിഷിദ്ധങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും മനുഷ്യൻ്റെ കാഴ്ചയും കേൾവിയും ഹൃദയവും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വകാര്യതയിലും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള സമയങ്ങളിലും, എല്ലാ സമയങ്ങളിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ നിനക്ക് നിന്റെ മുമ്പിൽ റബ്ബിനെ കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ മഅയ്യത്ത് നിനക്കുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സഹായം നിനക്കുണ്ടാകും, നിന്റെ കുടുംബത്തിനുണ്ടാകും, നിന്റെ മക്കളിലുണ്ടാകും, നിന്റെ ഉപജീവനത്തിലുണ്ടാകും. എന്തു വേണം? ദീനിനെയും അതിലെ വിധിവിലക്കുകളെയും നീ സൂക്ഷിക്കുകയാണ് എങ്കിൽ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് പെയ്തിറങ്ങുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ റബ്ബിനെ നിനക്ക് നിന്റെ മുമ്പിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ കൂടെ തന്നെയാകുന്നു എന്ന്. അപ്പോൾ റബ്ബിൻ്റെ മഅയ്യത്ത് നമുക്ക് കിട്ടും, നീ റബ്ബിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണമെന്നുള്ളതാണ്. അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കണം. ഫദ്ദുആഉ ഇബാദത്തുൻ ലില്ലാഹ്, പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിനുള്ള ആരാധനയാണ്. അത് മറ്റാരോടും അർത്ഥിക്കാൻ പാടില്ല, അത് വിഗ്രഹങ്ങളോട് നടത്താൻ പാടില്ല, അത് ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല, ആൾ ദൈവങ്ങളിലോ മക്ബറകളിലോ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു, അവനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും പ്രതീക്ഷയർപ്പിക്കേണ്ടതും അള്ളാഹുവിൽ മാത്രമായിരിക്കണമെന്നുള്ളതാണ്. വഅൻ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ വലാ തകൂനന്ന മിനൽ മുശ്രികീൻ വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. വക്രതയില്ലാത്തവനായിക്കൊണ്ട് നീ നിന്റെ മുഖത്തെ ദീനിന് നേരെ തിരിക്കുകയും വലാ തകൂനന്ന മിനൽ മുശ്രികീൻ, അതേപോലെ തന്നെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനോട് നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫഇൻ ഫഅൽത, ഇനിയെങ്ങാനും നീ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
അർഹതയില്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഏതേതു കാര്യങ്ങൾ കേട്ട് അതിന് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ അല്ലാഹുവിനോട് നീ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നതിൽ ഉത്തരം കിട്ടുമെന്ന ദൃഢബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുക. ഉദ്ഉല്ലാഹ് വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന ദൃഢബോധ്യത്തോടു കൂടി നീ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, എനിക്കിപ്പോൾ തന്നെ ഉത്തരം കിട്ടണമെന്നുള്ള ആ ഒരു ശാഠ്യം അത് നമുക്കുണ്ടാകരുത് എന്നുള്ളതാണ്. മാ മിൻ മുഅ്മിനിൻ യൻസുബു വജ്ഹഹു ഇലല്ലാഹി യസ്അലുഹു മസ്അല ഇല്ലാ അഅതാഹു ഇയ്യാഹാ. ഒരു വിശ്വാസി അല്ലാഹുവിലേക്ക് മുഖം ഉയർത്തിക്കൊണ്ട് എന്തെങ്കിലും ചോദിക്കുകയാണ് എങ്കിൽ അവൻ അല്ലാഹു ഉത്തരം നൽകും. ഇമ്മാ അജ്ജലഹാ ലഹു ഫിദ് ദുനിയ. ഒന്നില്ലെങ്കിൽ ദുനിയാവിൽ ഉടനടി അവൻ അതിനുള്ള ഉത്തരം നൽകും. വ ഇമ്മാ ദഖറഹാ ലഹു ഫിൽ ആഖിറ. അതല്ലെങ്കിൽ അത് പരലോകത്തേക്ക് വേണ്ടി അല്ലാഹു മാറ്റിവെക്കും. മാലം യഅജൽ. അവൻ ധൃതി കാണിച്ചിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് ഉത്തരം ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയല്ല, എനിക്ക് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉത്തരം കിട്ടുന്നതിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ നൽകുന്ന ഉപദേശം, വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം, അള്ളാഹുവിനോട് സഹായം തേടണം. അതാണല്ലോ പ്രിയമുള്ളവരെ, ദിനേന 17 തവണ നമ്മൾ അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ. ഇത് പ്രഖ്യാപിക്കുന്ന, ഇത് ദിനേന 17 തവണ പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു ജാറത്തിന്റെ അരികിലും പോയി പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. ഒരു മരിച്ചുപോയ മഹാന്മാരോട് തേടാൻ അവന് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേവലം നാവ് കൊണ്ടുള്ള ഉച്ചാരണങ്ങൾക്കപ്പുറം നമ്മുടെ വിശ്വാസവും ജീവിതവും ഈ പ്രഖ്യാപനത്തോടു കൂടി ആക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത വിലപ്പെട്ട ഉപദേശങ്ങൾ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ചേർത്തു വെക്കേണ്ടതും ചിന്തിക്കേണ്ടതും അതനുസരിച്ച് ജീവിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഉപദേശമാണ്. അവിടുന്ന് ഒരു സൃഷ്ടി അള്ളാഹുമായിട്ടുള്ള ബന്ധം എങ്ങനെയെന്ന് അതിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുരുന്നു മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത, മനുഷ്യന്മാർ മുഴുവനും ലവിജ്തമഅത്, അവരൊരുമിച്ചുകൂടി അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് ഒരു ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ മനുഷ്യരും ഒരുമിച്ചു കൂടിയാൽ ലയൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അള്ളാഹു നിനക്ക് വിധിച്ചതാണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഉപകാരം നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുകയുള്ളൂ. വലവിജ്തമഉ, ഇനി അവരെല്ലാവരും ഒരുമിച്ചു കൂടി അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്ക് വല്ല ഉപദ്രവവും വരുത്തുന്നതിന് വേണ്ടി അവർ ഒരുമിച്ചു കൂടിയാൽ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മേൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഉപദ്രവം നിനക്ക് വേണ്ടി അവർ ചെയ്യുകയുള്ളൂ, ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മനുഷ്യവർഗം മുഴുവനും ജിന്നുവർഗം മുഴുവനും അതേപോലെ തന്നെ മലക്കുകൾ മുഴുവനും ഒരുമിച്ചു കൂടി നിനക്ക് ഷൈഇൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ ഒരു പദപ്രയോഗത്തിന് നിസാരമായിട്ടുള്ളൊരു കാര്യത്തിനാണ് ഷൈ എന്ന് പറയുന്നത്. അത്ര പോകുന്നൊരു കാര്യം മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും മുഴുവൻ മലക്കുകളും ഒരുമിച്ചു കൂടി നിനക്ക് ഉപകാരം ചെയ്യാൻ വിചാരിച്ചാലും അല്ലാഹ് വിചാരിച്ചാലല്ലാതെ അത് നടക്കുകയില്ല. നിനക്ക് വല്ല ഉപദ്രവവും വരുത്താൻ തീരുമാനിച്ചാൽ അല്ലാഹ് വിചാരിച്ചാലല്ലാതെ അത് നടക്കുകയില്ല.
കഴിയുകയില്ല. ഇതാണ് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമെന്ന് പറയുന്നത്. നൽകുന്നതും തടയുന്നതും അള്ളാഹു മാത്രമാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നു മാത്രമാണ്. അതുകൊണ്ട് സങ്കടങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടേ പ്രിയമുള്ളവരെ കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഉപദ്രവങ്ങൾ തടുക്കാൻ സൃഷ്ടികളെ സമീപിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നിനക്ക് വല്ല ഉപദ്രവവും ഏൽക്കുന്നുണ്ട് എങ്കിൽ അത് നീക്കിക്കളയാൻ അള്ളാഹുവിനെ കഴിയുകയുള്ളൂ. വല്ല ഉപകാരവും നിനക്ക് അള്ളാഹു നൽകുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയെ പ്രതിരോധിക്കാൻ അതാർക്കും കഴിയുകയില്ല. അവന്റെ ഉപദേശത്തെ മാറ്റാനും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാലല്ലാതെ ഒരാൾക്കും കഴിയുകയില്ല. അവന്റെ ഉദ്ദേശത്തെ നീക്കാനും ഒരാൾക്കും കഴിയുകയില്ല. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഏടുകൾ ഉണങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ അല്ലാഹു കൃത്യമായി എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ലോകത്തോരോന്നും സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് വ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, അല്ലാഹു പറയുന്നു അവങ്കിലേക്കാണെല്ലാം മടങ്ങുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നീ പ്രാർത്ഥിക്കുക, അവനെ നീ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, വഅലം, നീ അറിയണം, അന്നൻ നസ്റ മഅസ് സബ്ർ, വിജയമെന്നുള്ളത് ക്ഷമയുടെ കൂടെയാണ്. എത്ര കണ്ട് നീ ക്ഷമിക്കുന്നുവോ, പ്രതിസന്ധിയിൽ നീ ക്ഷമ അവലംബിക്കുന്നുവോ, അതുകൊണ്ട് അത്ര കണ്ട് നിനക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വഅന്നൽ ഫറജ മഅൽ കർബ്, അതേപോലെ തന്നെ ഞെരുക്കത്തോടൊപ്പമാണ് ആശ്വാസമുള്ളത്. എത്ര കണ്ട് ഞെരുക്കം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് ആശ്വാസം നിനക്കുണ്ടാകും. അതാണ് മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രവും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, അതേപോലെ തന്നെ ഞെരുക്കത്തോടൊപ്പമാണ് പിന്നെ എളുപ്പങ്ങളുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഹൃദയത്തിന് സമാധാനം ലഭിക്കും, നമ്മുടെ മനസ്സിന് പിന്നെ വിശാലത ലഭിക്കും. അതേപോലെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, എനിക്ക് ബാധിക്കുന്ന ഏതേതു പ്രശ്നങ്ങളുണ്ടോ, ഞാൻ നേരിടുന്ന ഏതേതു പ്രശ്നങ്ങളുണ്ടോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എഴുതി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ എനിക്കിവിടെ ഒന്നും ബാധിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റങ്ങളും ഈ ലോകത്ത് സംഭവിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നൊരു വിശ്വാസിക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയും. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ ബിക മുഅ്മിനീൻ വലക ആബിദീൻ വഫീ കറമിക വാസിഖീൻ വബിനസ്രിക മൂഖിനീൻ വബിവാലിദീനാ ബാരിൻ വർഹംഹും കമാ റബ്ബൗനാ സിഗാറൻ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ആഫിനാ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ ومتعنا بأسماعنا وأبصارنا أبدا ما أحييتنا واحفظ وطننا وأسرنا بحفظك واكلأنا برعايتك. اللهم يا سامع الأصوات يا مجيب الدعوات يا من لا يجزئ شيء في الأرض ولا في السماوات، احفظ الإمارات من كل الجهات واحفظ قيادتها وأهلها والمقيمين على أرضها، واحفظ برها وبحرها وسماءها وقها عدوان المعتدين وشر الأعداء الحاقدين ورد كيدهم في نحورهم يا رب العالمين. اللهم احفظ جنود وطننا البواسل في برهم وبحرهم وجوهم وسدد رميهم وثبت أقدامهم واربط على قلوبهم. اللهم إنهم قد بذلوا أقصى جهدهم وغاية وسعهم فأجزل أجرهم وثوابهم وارفع درجتهم وانصرهم على عدوك وعدوهم. اللهم كن لهم وليا ونصيرا ومعينا وظهيرا واكفهم شر كل ذي شر أنت آخذ بناصيته إنك على كل شيء حفيظ. اللهم احفظ شيخ محمد بن زايد رئيس الدولة بحفظك
وأيده بنصرك وهيئ له من أمره رشدا وكن له عونا وسندا وهاديا ومسددا أنر بصيرته ووفق مسيرته وسدد قوله وفعله وبارك في عمره وعمله واجعله مفتاحا للخير مغلاقا للشر موفقا في كل أمر. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى، وسدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله وأهله. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل ما أنزلته من غيثك سقيا رحمة ونعمة تكثر بها البركات وتخرج بها الخيرات. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم، وأقم الصلاة.